ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടല്ലേ കെരാറ്റിനും അതുപോലെ തന്നെയുള്ള ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാറ്. അപ്പോൾ ഇതെന്തായാലും വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അടുത്തടുത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്ന ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ. ഇതുപോലെ കറ്റാർവാഴ വീട്ടിലുള്ളവർ ചെറുതായിട്ട് കട്ട് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് ജെല്ല് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ കറ്റാർവാഴ ജെല്ലെല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 2-3 ടീസ്പൂൺ നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ചിട്ട് ചേഞ്ച് ആവാം. അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ നോക്കുക. നെക്സ്റ്റ് ഐറ്റം ഞാൻ എടുത്തേക്കുന്നത് മയോണൈസ് ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ട യൂസ് ചെയ്യാം. ഇതൊരു പ്രോട്ടീൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കൂടിയിട്ടായതുകൊണ്ട് മുട്ട ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. പകരം മയോണൈസ് ഉള്ളവർ അത് ഉപയോഗിക്കുക കേട്ടോ. അടുത്തത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 2 ടീസ്പൂൺ പാലാണ്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ പാലും അതുപോലെ തന്നെ ഓയിലി സ്കാൽപ്പ് ഉള്ളവർ തൈരും യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ഐറ്റം ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് റൈസ് ആണ് കേട്ടോ. വൈറ്റ് റൈസ് ഇല്ലാത്തവർ റെഡ് റൈസോ അതുപോലെ തന്നെ ബസ്മതി റൈസോ ഉപയോഗിക്കാം. ഞാനീ പറഞ്ഞ 4 ഐറ്റം വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ആ ഒരു മിക്സിങ്ങിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ ബദാം ഓയിലോ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാച്ചിയ എണ്ണയാണ് കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത് മെയിനായിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ റൂട്ടിലും കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ. ഈ ഒരു പാക്കിലേക്ക് നിങ്ങൾക്ക് തേനോ അതുപോലെ തന്നെ ചെറുപഴമോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് ഈസി ആയിട്ടും സിമ്പിളായിട്ടുമാണ് നമ്മുടെ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. മയോണൈസിന് പകരം മുട്ട ചേർക്കുന്നവർ മുട്ടയുടെ മഞ്ഞ മാറ്റി വെള്ള മാത്രം യൂസ് ചെയ്യാൻ നോക്കണേ. ഈ ഒരു പാക്ക് നിങ്ങളുടെ ഹെയർ വാഷ് ഡേയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്തി ആയിട്ടും സ്മൂത്തായിട്ടും കിടക്കണ മുടി ഡാമേജ് ആക്കാതെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങളും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കണേ. മസ്റ്റ് ട്രൈ ആണ്. അതുപോലെ തന്നെ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൂടി ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മുട്ടയും അതുപോലെ തന്നെ മയോണൈസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മുടി കുറച്ച് തിക്കായിട്ട് തോന്നാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പാക്ക് നമുക്ക് ഒരുപാട് നാളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. മുട്ടയൊക്കെ യൂസ് ചെയ്തേക്കണ കാരണം പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 days ആണ് സ്റ്റോറിങ് ടൈം വരുന്നത് കേട്ടോ. ഈ ഒരു പാക്ക് മാക്സിമം 20 to 30 minutes വരെ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമാണ് മുടി വാഷ് ചെയ്യാൻ പോവേണ്ടത്. ആഫ്റ്റർ ഹെയർ വാഷ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് തന്നെ ഒന്ന് ഒപ്പിയെടുത്ത് മുടിയിലുള്ള വെള്ളം ഒന്ന് ഡ്രൈ ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ മുടിയിലോട്ട് അധികം ഡ്രയറൊന്നും യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങളും അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഞാനിവിടെ ഹെയർ വാഷിങ്ങിന് യൂസ് ചെയ്തേക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതൊരു ചോയ്സാണ്. അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ മൈൽഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യാൻ നോക്കണേ. നിങ്ങൾ ചെയ്യുന്ന ഹെയർ കെയർ ടിപ്സ് എനിക്ക് ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്സുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.